ഞാന് ഏറ്റവും ലാസ്റ്റ് മിനിറ്റില് ലേൺ വൈസിൽ എത്തിപ്പെട്ട ആളാണ്. നാളെയാണ് അഡ്മിഷൻ ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചേർന്ന ഒരാളായിരുന്നു ഞാന്. ഇത്രയും നേരം സംസാരിച്ചവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടില്ല. പക്ഷെ എന്റെ അവസ്ഥ എന്ന് വെച്ചാല് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. സത്യമായിട്ട് നല്ല പേടിയുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ പാസ്സായാലും ഫെയിൽ ആയാലും എന്റെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ച് വരുത്താൻ ഈ ഒരു കോഴ്സ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു എന്താ പറയാ ഡിപ്രഷന്റെ ഒരു സ്റ്റേജിലെത്തിയ ടൈമാണ് ഹസ്ബൻഡ് എന്നെ ഇതിൽ പിടിച്ച് ചേർത്തിയത്. ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ റെഗുലർ ക്ലാസ്സിൽ പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. കാരണം എനിക്ക് ഹസ്ബൻഡിന്റെ കൂടെ അങ്ങോട്ടേക്ക് ദുബായിലേക്ക് പോകാനുള്ളതോടെ റെഗുലർ ക്ലാസ്സിന് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോ അവരാണ് എന്നെ ഇതിലേക്ക് ചേർത്തിയത്. അപ്പൊ അതിനുശേഷം നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്റെ സംസാര രീതിയാണെങ്കിലും എന്താ പറയാ നല്ലൊരു ചേഞ്ചസ്. എന്റെ ഡിപ്രഷന്റെ അവസ്ഥയിൽ എന്താ പറയാ ഞാൻ ഭയങ്കര ഒരു പഴഞ്ചനാളെ രീതിയിലുള്ള ഒരു വർത്താനവും ആ രീതിയിലേക്ക് നല്ല മാറിയിട്ടുണ്ടായിന്. ഇപ്പൊ എന്താ പറയാ കുറച്ചും കൂടി ഒന്നും കൂടി സോഷ്യലി ഇന്ററാക്ട് ചെയ്യാനോ ആൾക്കാരോട് സംസാരിക്കാനോ ഒക്കെ കുറച്ചൊരു കോൺഫിഡൻസ് വന്നതുപോലെ ഉണ്ട്. ഇപ്പോഴും ചെറിയ പേടിയുണ്ട്. എന്നാലും ഒരുപാട് മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്റെ കൂടെ കൂടുതലുണ്ടായത് അബനി മാം ആയിരുന്നു. മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ വൈഷ്ണവി മാം ആയാലും എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് റിപ്ലൈ തരുന്നു. എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഹാപ്പിയാണ്. പാസ് ആണെങ്കിലും ഫെയിൽ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്.